എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 37-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഹാ ഹാ ദുർജനഭൂരിഭാരമധിതാം പാദോ നിധോ പാദുകാമേതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്യൗ ഭവന്തം ഹരേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹാ ഹാ അയ്യയ്യോ കഷ്ടം. എന്ത്? ദുർജന ദുർജനങ്ങളുടെ, ഭൂരിഭാരമധിതാം അതിയായ ഭാരം മൂലം മഥിക്കപ്പെട്ടവളും അല്ലെങ്കിൽ ഞെരുക്കപ്പെട്ടവളും, പാദോനിധൗ സമുദ്രത്തിൽ, പാതുകാം പതിക്കാറായവളും ആയ, ഏതാം പാലയ ഈയുള്ളവളെ കാത്തുകൊള്ളേണമേ, ഹന്ത കഷ്ടം, മേ വിവശതാം എൻ്റെ വിവശതകൾ, സംപൃച്ഛ ദേവാൻ ഇമാൻ ഇവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരോട് ചോദിച്ചാൽ മതി. ഇത്യാദി ഇങ്ങനെയെല്ലാമുള്ള പ്രചുരപ്രലാപവിവശാം വിവശതകൾ പലതും പറഞ്ഞ്, ആലോക്യ നോക്കിക്കണ്ടിട്ട്, മഹീം ഭൂമിയെ, ധാതാ ബ്രഹ്മാവ്, ദേവാനാം വദനാനി വീക്ഷ്യ ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് നോക്കുകയും, പരിതോ ചുറ്റും നിൽക്കുന്ന, ദദ്യൗ ഭവന്തം ഹരേ അല്ലയോ ഹരേ അങ്ങയെ ധ്യാനിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ബ്രഹ്മാവ് ഭൂമിദേവിയുടെ ആവലാതി കേട്ട് തന്നിവൃത്തിക്കായിക്കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുകയാണ്. ഹാ കഷ്ടം, ദുഷ്ടന്മാരുടെ അതിയായ ഭാരം മൂലം മഥിതയും പരവശയുമായ സമുദ്രപതനത്തിനൊരുങ്ങുന്ന എന്നെ രക്ഷിക്കണമേ. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യഥകളെപ്പറ്റി ഇവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരോടു തന്നെ അങ്ങ് ചോദിച്ചറിയുക. ഇപ്രകാരം ശോകഭാരത്താൽ രോദനം ചെയ്തുകൊണ്ടിരുന്ന ഭൂമിദേവിയെ കാണുകയും നാലുപാടും നിന്നിരുന്ന ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് നോക്കുകയും ചെയ്ത ബ്രഹ്മാവ് അല്ലയോ ഹരേ അങ്ങയെ ധ്യാനിച്ചു. അതായത് ഏതൊരു വിഷമാവസ്ഥയിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭഗവത് ധ്യാനമാണ് എന്നോർമ്മിപ്പിക്കുകയാണ് ഇവിടെ ബ്രഹ്മാവ്. ഹരേ കൃഷ്ണ.